റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഹോട്ടൽ മോസ്കോവ്സ്കിയിലാണ് ഞങ്ങളിപ്പോൾ. പ്രഭാതം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ഹോട്ടലിന്റെ ലോബിയിലേക്ക് എത്തി. ഞങ്ങളുടെ സംഘത്തിലുള്ളവരെല്ലാം ബാഗൊക്കെ എടുത്ത് ലോബിയിലേക്ക് വന്നിട്ടുണ്ട്. സഞ്ചാരത്തിന്റെ 40 പേർ അടങ്ങിയ സംഘവുമായുള്ള യാത്രയാണ്. മൊത്തത്തിൽ ഞങ്ങൾ 42 പേരുണ്ട്. ടൂറിൽ പങ്കെടുക്കുന്ന 40 പേരും ഞാനും ടൂർ മാനേജർ സമീലും. ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണ്. ഇന്ന് വൈകിട്ട് മോസ്കോയിലേക്ക് പോകണം. ഇത് കത്രീന, ഞങ്ങളുടെ ലോക്കൽ ഗൈഡ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കാഴ്ചകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത് കത്രീനയാണ്. സരസയായ ഒരു വനിത. സംഘത്തോടൊപ്പം കൂടി കുറച്ച് മലയാളമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതാണ് മോസ്കോവ്സ്കി ഹോട്ടൽ. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. എങ്കിലും ബസ് എത്തിയിരിക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് വിടുന്നതിന് മുൻപ് ഇന്ന് കുറെ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങളുടെ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഇവളാണ്, അഖില. ഇത് ശ്രീറാം. എല്ലാവരും ബസ്സിൽ വന്ന് കയറി. നല്ല തണുപ്പുള്ള സമയമാണ്. ബസ്സിനകം പക്ഷേ നന്നായി ചൂടാക്കി നിർത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ യാത്ര പുറപ്പെടുകയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിന്റെ പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്. യാത്രക്കിടെ ലൈറ്റപ്പ് ചെയ്ത ഒരു കെട്ടിടം കണ്ടു. കത്രീന പറഞ്ഞു, പണ്ട് സോവിയറ്റ് കാലഘട്ടത്തിൽ ഒരു സിറ്റി ഹാളായി പണിത കെട്ടിടമാണ്. പക്ഷേ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞതോടെ അത് സിറ്റി ഹാൾ ആക്കേണ്ട എന്ന് തീരുമാനിച്ചു. ഓഫീസുകളുടെ ഒരു കോംപ്ലക്സ് ആക്കി ആ കെട്ടിടത്തെ മാറ്റി. വമ്പൻ ഒരു കെട്ടിടമാണ്. കുറെ ദൂരം ഓടി ബസ് മെയിൻ റോഡിൽ നിന്നും ഒരു ഗ്രാമപാതയിലേക്ക് തിരിഞ്ഞു. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ നിന്നും കുറെ അകലെയുള്ള ഗ്രാമീണ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇലപ്പൊഴിഞ്ഞ മരങ്ങളും തണുപ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന പ്രകൃതിയുമെല്ലാം ചേർന്ന് വ്യത്യസ്തമായൊരു അനുഭവമാണ് കേരളത്തിൽ നിന്നും പോകുന്നവർക്ക് ഇത്. രാവിലെ മഴച്ചാറ്റലുണ്ട്. കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റികളുണ്ട് ഇന്ന് ഞങ്ങൾക്ക്. മഴ അതിനെ ബാധിക്കുമോ എന്ന് ചെറിയ ആശങ്കയായി. മിലിറ്ററി ടൂർ എന്ന ഒരു പ്രത്യേക പരിപാടിക്കാണ് ഞങ്ങൾ പോകുന്നത്. അല്പം റഫ് ആൻഡ് ടഫ് ആണ് ആ ടൂർ. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഡ്രൈവർക്ക് വഴിതെറ്റി. ഇദ്ദേഹം ആദ്യമായാണ് ഇവിടെ വരുന്നത്. മിലിറ്ററി ടൂറിൽ പങ്കെടുക്കാൻ സാധാരണയായി അധികം ആളുകൾ വരാറില്ല. സഞ്ചാരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ ടൂർ. ഡ്രൈവർക്കാകട്ടെ ഇത്തരം ഉൾവഴികളിലൂടെയൊന്നും വണ്ടി ഓടിക്കാൻ വലിയ താല്പര്യമില്ല. അത് ആളുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ പ്രകടമാണ്. വഴിയും തീരെ മോശമാണ്. പൊട്ടിപ്പൊളിഞ്ഞ മൺപാത. ചാറ്റൽ മഴ കൂടി വന്നതോടെ അത് ചെളി പിടിച്ചു കിടക്കുന്നു. അങ്ങനെ പോകവേ 1-2 ബോർഡ് കണ്ടു. ആം പോളിഗോൺ എന്നാണ് ഒരു ബോർഡ്. അവിടെയാണ് മിലിറ്ററി ടൂർ നടക്കുന്നത്. മിലിറ്ററി ടൂർ വളരെ വ്യത്യസ്തമായൊരു പരിപാടിയാണ്. മിലിറ്ററിയുടെ ഉപകരണങ്ങൾ ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാവുന്ന പരിപാടിയാണത്. മിലിറ്ററി ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ എന്നിവയിലൊക്കെ യാത്ര ചെയ്യാം. അതോടൊപ്പം മിലിറ്ററി എങ്ങനെയാണ് അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. അവരുടെ ആയുധങ്ങളെ പരിചയപ്പെടുത്തും. ആർമി യൂണിഫോം ധരിച്ച് AK-47 പോലുള്ള തോക്കുകൊണ്ട് നമുക്കും വെടിവെക്കാം. ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റികളുണ്ട്. 2-3 മണിക്കൂർ ഞങ്ങൾ അവിടെ ചെലവഴിക്കും. ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ ടാങ്കുകളൊക്കെ കിടക്കുന്ന മിലിറ്ററി ബേസിലേക്ക് എത്തിയതുപോലുള്ള അനുഭവമാണ്. കുറെ പട്ടാളക്കാർ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഫുൾ യൂണിഫോമിൽ തോക്കുമായിട്ടാണ് അവർ നിൽക്കുന്നത്. ബസ് അവിടെ നിന്നു. ഇറങ്ങുന്നിടത്തെല്ലാം മഴ കാരണം ചെളി പിടിച്ചാണ് കിടക്കുന്നത്. വണ്ടി എവിടെ ഒതുക്കിയിടുമെന്ന കൺഫ്യൂഷനിലാണ് ഡ്രൈവർ. ഒടുവിൽ അയാൾ തന്നെ ഇറങ്ങിച്ചെന്നു. വഴിയിൽ കിടക്കുന്ന തടി അല്പം മാറ്റിയിട്ടാൽ വണ്ടി അവിടെ പാർക്ക് ചെയ്യാമെന്ന് പട്ടാളക്കാർക്ക് നിർദ്ദേശവും കൊടുത്തു. പക്ഷേ നമ്മുടെ ഡ്രൈവർ പറഞ്ഞതൊന്നും പട്ടാളക്കാർ കേട്ടില്ല. അതിന്റെ ഒരു ചെറിയ ദേഷ്യത്തിൽ ആൾ തിരികെ കയറി വന്നു. എന്നിട്ട് ബസ് വീണ്ടും ഒന്ന് ഒതുക്കി. ഞങ്ങൾ അവിടെ ഇറങ്ങി. എല്ലാവരും ഇന്ന് വലിയ എക്സൈറ്റ്മെന്റിലാണ്, കത്രീന പോലും. കാരണം ഇതൊരു വ്യത്യസ്തമായ ടൂറാണ്. സഞ്ചാരത്തിൽ ഇതുവരെ ഇത്തരമൊരു ടൂർ ഞാൻ നടത്തിയിട്ടില്ല. എന്റെ സഹയാത്രികർക്കും ഇത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. ജീവിതത്തിൽ ആദ്യമായുള്ള ഒരനുഭവം. കുറെ പട്ടാളക്കാരുണ്ട് ഇവിടെ. കൊടും തണുപ്പാണ്. ഇടയ്ക്കൊക്കെ ചാറ്റൽ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകും.
ചിലരൊക്കെ കുട ചൂടിയാണ് മിലിറ്ററി ടൂറിന് വന്നിരിക്കുന്നത്. കണ്ടാൽ അസൽ പട്ടാള ക്യാമ്പ് പോലെ തന്നെയുണ്ട്. ശരിക്കും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെറ്റപ്പാണിത്. പട്ടാളക്കാർക്കൊപ്പം ഞങ്ങൾ നടന്നു. ഒരു ഭാഗത്ത് കുറെ ടെന്റുകൾ, ആയുധപ്പുരകൾ, ഒരു ചെറിയ മ്യൂസിയം എന്നിവയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പട്ടാളക്കാർ മുൻപ് മിലിറ്ററി സർവീസിൽ ഉണ്ടായിരുന്നവരാണ്. ഇപ്പോൾ സർവീസിൽ ഇല്ലതാനും. അവരുടെ കൂടെ നിന്ന് സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാം. വളരെ ഫ്രണ്ട്ലിയായ ആളുകൾ. സ്റ്റൈലിഷായി അവരും ഫോട്ടോ എടുക്കാൻ നിന്നു തരുന്നു. എല്ലാവരുടെയും കൈവശം AK-47 ആണ് ഇരിക്കുന്നത്. പത്തനംതിട്ടക്കാരിയായ ഈ ആന്റിയാണ് ഞങ്ങളുടെ കൂടെയുള്ളതിൽ ഏറ്റവും പ്രായമുള്ള സ്ത്രീ. അവരും AK-47 പിടിച്ച് ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നു. ഒരു പട്ടാളക്കാരൻ വന്ന് റഷ്യൻ ഭാഷയിൽ കത്രീനയോട് എന്തൊക്കെയോ വിവരിച്ചു. മിലിറ്ററി ഡ്രസ് ധരിക്കേണ്ടവർക്ക് താഴത്തെ ടെന്റിലേക്ക് ചെല്ലാം. അവിടെ നിന്ന് പട്ടാള വേഷമണിയാം. യൂണിഫോം ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം പല ആക്ടിവിറ്റികൾക്കും പോകുമ്പോൾ നിലവിലുള്ള ഡ്രസ്സിൽ ചെളി പറ്റാൻ സാധ്യതയുണ്ട്. സംഘത്തിലുള്ളവർക്ക് ആവേശമായി. എല്ലാവർക്കും മിലിറ്ററി ഡ്രസ് ധരിക്കണം. യുദ്ധമുന്നണിക്ക് സമീപമുള്ള താൽക്കാലിക ക്യാമ്പുകളിൽ പട്ടാളക്കാർ വസിക്കുന്ന തരം ടെന്റുകളാണ്. അത്തരം ടെന്റുകളിലാണ് ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾക്കായി ഓരോന്നും ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് കയറി ചെല്ലാം. ഞങ്ങൾ അതിനകത്തു കയറി യൂണിഫോം ധരിച്ചു തുടങ്ങി. ഈ ഡ്രസ് മിക്കവർക്കും പാകമാണ്. വെള്ളക്കാർക്ക് പാകമാകും വിധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഏറ്റവും വലിയ ആൾക്കും ഈ വസ്ത്രമൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും. അല്പം വലിപ്പം കൂടി പോകുന്നുവെന്ന കുഴപ്പമേയുള്ളൂ. പാൻസുമുണ്ട്. ഷൂസ് മാത്രം നമ്മുടേതിടണം. എത്ര പ്രായമായാലും പട്ടാളം, തോക്ക്, വെടിവെപ്പ് എന്നൊക്കെ പറയുന്നതിൽ എല്ലാവർക്കും ഒരു കൗതുകമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സ്ത്രീ പുരുഷ ഭേദമോ പ്രായഭേദമോ ഒന്നുമില്ലാതെ എല്ലാവരും ആ വേഷം ധരിക്കുന്നു. ഹെൽമറ്റും യൂണിഫോമിന്റെ ഭാഗമാണ്. കവചിത വാഹനത്തിനകം കൺജസ്റ്റഡ് ആണ്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ച അതിനകത്ത് കയറുമ്പോൾ തലമുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഹെൽമറ്റ് വെക്കണമെന്നാണ് പട്ടാളക്കാർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഹെൽമറ്റും ധരിച്ചാണ് ഇറങ്ങുന്നത്. വെടിവെപ്പ് പരിശീലനത്തിന് പോകുമ്പോൾ ബുള്ളറ്റിന്റെ ഷെൽ തെറിച്ചു വരും. അത് തലയിൽ കൊള്ളാതിരിക്കാനും ഹെൽമറ്റ് ധരിക്കുന്നത് നല്ലതാണ്. ചിലരുടെ പാൻസ് ഒക്കെ ഊരിപ്പോകുന്നുണ്ട്. സായിപ്പിന്റെ അളവിൽ ഉണ്ടാക്കിയതാണല്ലോ. ഒരു ഷെഡിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. അവിടെയാണ് വെടിവെപ്പ് പരിശീലനം. 10 പേർ ആദ്യം കയറിക്കൊള്ളാൻ പറഞ്ഞു. 10 പേർ വീതം പോയിട്ടാണ് AK-47 വെടിവെപ്പ് പരിശീലിക്കുന്നത്. ഞങ്ങളിലെ ആദ്യ ഗ്രൂപ്പ് ആ ഷെഡിലേക്ക് കയറി. യൂണിഫോം ധരിക്കാത്തവരുമുണ്ട് കൂട്ടത്തിൽ. അവർ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. എവിടെ നിൽക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം ആദ്യം തന്നു. 10 പേരിൽ കൂടുതൽ ഇതിൽ കയറാൻ സമ്മതിക്കില്ല. കാരണം നടക്കാൻ പോകുന്നത് ഫയറിംഗ് ആണ്. വെടിവെക്കുമ്പോൾ ഉണ്ട നേരെ മുന്നോട്ട് പോകുമെങ്കിലും അതിന്റെ ഷെൽ പുറത്തേക്ക് തെറിക്കും. അത് അടുത്ത് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ കണ്ണിലൊക്കെ വന്നുകൊള്ളും. വെടിവെക്കുമ്പോൾ പട്ടാളക്കാർ കണ്ണടയൊന്നും വെക്കാറില്ലെങ്കിലും പരിചയക്കുറവുള്ള സാധാരണക്കാരായ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷനു വേണ്ടി കണ്ണട തരുന്നുണ്ട്. ഉണ്ട നിറയ്ക്കുന്ന കേസിന് മാഗസീൻ എന്നാണ് പറയുക. AK-47 തോക്കിൽ മാഗസീൻ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം എങ്ങനെയാണ് വെടിവെക്കുകയെന്നും എന്തുകൊണ്ടാണ് സൈഡിൽ നിന്ന് മാറി നിൽക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. വെടിവെക്കുമ്പോൾ ഷെല്ല് വലതുവശത്തേക്ക് ഉയർന്നു തെറിക്കും. തോക്കിന്റെ വലതുവശത്ത് നിൽക്കുന്നവരുടെ മേൽ ആ ഷെല്ല് വന്ന് പതിച്ചേക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും 10 ബുള്ളറ്റ് വീതം തരും. അത് മാഗസീനിൽ നിറയ്ക്കുന്ന ജോലിയും നമ്മൾ തന്നെ ചെയ്യണം. തുടർന്ന് ആ മാഗസീൻ AK-47 തോക്കിൽ ലോഡ് ചെയ്യണം. ഓരോരുത്തർക്കും 10 വെടിവെക്കാം. എങ്ങനെയാണ് മാഗസീനിൽ ബുള്ളറ്റ് നിറയ്ക്കുന്നതെന്ന് മനസ്സിലാക്കാൻ 1-2 എണ്ണം നിറച്ചു കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് 10 ബുള്ളറ്റുകൾ ഓരോരുത്തർക്കും തന്നു. മാഗസീൻ ലോഡ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയാണ് തോക്ക് ശരീരത്തോട് ചേർത്ത് പിടിക്കേണ്ടത് എന്ന് വിശദമാക്കി. തോക്കിന്റെ പാത്തിയുടെ അറ്റം വലതുവശത്തെ കൈയുടെയും
നെഞ്ചിന്റെയും ഇടയ്ക്കായി ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ ഫയറിംഗ് സമയത്ത് അത് ശക്തമായി നെഞ്ചിലിടിക്കും. അതിനാൽ പരമാവധി ചേർത്ത് പിടിച്ചു വേണം വെടിവെക്കാൻ. ഷെല്ലുകൾ കണ്ണിൽ വന്നു കൊള്ളും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്നാണ് പ്രത്യേകം പറയുന്നത്. വെടിവെക്കുന്നവർ കണ്ണട വെക്കണമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഷെല്ല് ഇങ്ങനെ തെറിച്ചു പോരും. അതിലെ ഉണ്ട നേരെ കുഴലിൽ കൂടി മുന്നോട്ടും പോകും. ഉണ്ട ഷെല്ലിനകത്താണ് ഇരിക്കുന്നത്. ആ ഷെല്ലിലുള്ള വെടിമരുന്നാണ് ട്രിഗർ ചെയ്യുമ്പോൾ ഉണ്ടയുടെ പുറകിൽ സ്ഫോടനമുണ്ടാക്കി അതിനെ പുറത്തേക്ക് തെറിപ്പിക്കുന്നത്. ഉണ്ട മുന്നോട്ട് പോവുകയും വെടിമരുന്ന് നിറച്ചിരുന്ന ഷെല്ല് പുറത്തേക്ക് വരികയും ചെയ്യും. കുറച്ചു ദൂരേക്ക് തെറിക്കുന്ന അത് ദേഹത്ത് വീഴും വിധം മറ്റുള്ളവർ വെടിവെക്കുന്നയാളുടെ സമീപത്ത് നിൽക്കരുത്. അതുപോലെ ഫയറിംഗ് സമയത്ത് ചെവിക്കുള്ള പ്രൊട്ടക്ഷനും ഉണ്ടാകും. പടക്കം പൊട്ടുന്ന ശബ്ദമാണ് ഉണ്ടാവുക. ആദ്യത്തെ ആൾക്ക് പട്ടാളക്കാരൻ കൃത്യമായി ഡയറക്ഷനൊക്കെ കൊടുക്കുന്നു. ഇവിടെ 2 തോക്കാണുള്ളത്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 99954422. അടുത്തയാൾ അപ്പോഴേക്കും കയറി വന്നു. അയാൾക്കും 10 ബുള്ളറ്റ് എണ്ണി തന്നെ കൊടുത്തു. റേഷനാണ്. ആ ഉണ്ട നമ്മൾ തന്നെ ലോഡ് ചെയ്യണം. മാഗസീനകത്ത് അത് ലോഡ് ചെയ്യുന്നു. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത്. ഒരു തവണ ഇത് ചെയ്തു കഴിയുമ്പോഴേക്കും നമുക്ക് പരിചിതമാകും. ഇദ്ദേഹം നാട്ടിൽ സ്വന്തമായി തോക്കുള്ളയാളാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് കണ്ണട വെക്കണം. അത് നിർബന്ധമാണ്. കണ്ണിന് പ്രൊട്ടക്ഷൻ വേണമല്ലോ. ഐവെയർ ആണത്. പിന്നെ ചെവിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങനെ ഒന്നുകൂടി വെക്കണം. മാഗസീൻ എങ്ങനെയാണ് ലോഡ് ചെയ്യുക എന്ന് ഒന്നുകൂടി കാണിച്ചു കൊടുത്തു. അടുത്തയാളും വെടിവെപ്പ് തുടങ്ങി. വെടിവെച്ചു കഴിഞ്ഞയാൾ വന്ന് ജീവിതത്തിലെ ഒരു ചിരകാല അഭിലാഷം സാക്ഷാത്കൃതമായതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ചിത്രത്തിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. യാത്രകൾ ഇത്തരം അനുഭവങ്ങൾ കൂടി ചേരുന്നതാണല്ലോ. ഭക്ഷണം മാത്രമല്ല, ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത പല കാര്യങ്ങളും യാത്രകളിലൂടെ അനുഭവിക്കാൻ കഴിയുന്നു. എങ്ങനെയാണ് വെടിവെക്കുമ്പോൾ തോക്ക് ചേർത്ത് വെക്കേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. നാട്ടിൽ സ്വന്തം തോക്കുള്ളയാളാണ്. ഇവിടെ 2 തോക്കുണ്ട്. അതിലൊന്നിന് ശബ്ദം കുറവാണ്. സൈലൻസർ ഘടിപ്പിച്ച തോക്കാണത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൈലൻസർ ഇല്ലാത്ത തോക്കും. ഞങ്ങളുടെ സംഘത്തിലെ 42 പേരും AK-47 ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു. ഞാൻ അവിടെ നിന്നിറങ്ങി. പുറത്തു കിടക്കുന്ന ഒരു യുദ്ധ ടാങ്കിന് സമീപത്തേക്ക് ചെന്നു. ടാങ്കും ഒരു കവചിത വാഹനവും കിടപ്പുണ്ട്. കവചിത വാഹനത്തിൽ ഒരു റൗണ്ട് യാത്ര നടത്തിയതിനു ശേഷം ഇറങ്ങി വരുന്നവരാണിവർ. അവർക്ക് ഗ്രനേഡ് ലോഞ്ചർ പരിചയപ്പെടുത്തുന്നു. തോക്കും ഗ്രനേഡ് ലോഞ്ചറുമൊക്കെ തോളിൽ വെച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരവുമുണ്ട്. ശത്രു സൈന്യത്തിന് നേരെ ഗ്രനേഡ് തൊടുത്തുവിടാനുള്ള ഉപകരണം. ഇതൊക്കെ വാർത്താ ചാനലുകളിലൂടെ കലാപമുണ്ടാകുന്ന സ്ഥലങ്ങളിലെയും യുദ്ധഭൂമിയിലെയും ദൃശ്യങ്ങളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയും ഗ്രനേഡ് ലോഞ്ചർ തോളത്ത് വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. പട്ടാള ജീവിതത്തിന്റെ റഫ്നെസ്സും ടഫ്നെസ്സും എക്സൈറ്റ്മെന്റുമൊക്കെ എല്ലാവരും അനുഭവിക്കുകയാണ്. കവചിത വാഹനത്തിന് അകത്തേക്ക് കയറലും അതിൽ നിന്ന് ഇറങ്ങലും ഒരു പണി തന്നെയാണ്. ചെറിയൊരു പൊത്തിനകത്തുകൂടി വേണം ഇറങ്ങി വരാൻ. അതിനകത്ത് 10 പേർക്ക് യാത്ര ചെയ്യാം. യഥാർത്ഥ യുദ്ധഭൂമിയിൽ ഇത്തരമൊരു കവചിത വാഹനത്തിൽ 10 മുതൽ 20 വരെ പട്ടാളക്കാർ കയറാറുണ്ട്. ഇത് ഞങ്ങളുടെ സംഘത്തിലെ ജയറാം നമ്പൂതിരിയാണ്. കവചിത വാഹനത്തിൽ നിന്നിറങ്ങി യുദ്ധം ജയിച്ചു വന്നവനെ പോലെ വീരകഥ പറയുകയാണ് നമ്പൂതിരി. ഈ ടൂറിലെ ഏറ്റവും അവിസ്മരണീയ അനുഭവമാണ്. പോയി അങ്ങ് വെടിവെച്ചോളാൻ പോവാണ്. ഓരോരുത്തരായി വാഹനത്തിൽ നിന്നിറങ്ങുകയാണ്. ആദ്യ ബാച്ച് കവചിത വാഹന യാത്ര കഴിഞ്ഞു വന്നു.
ചെളിയൊക്കെ മുഖത്ത് പുരട്ടിയാണ് ചിലർ നിൽക്കുന്നത്, ഒറിജിനാലിറ്റി വരാൻ വേണ്ടി. കവചിത വാഹനത്തിനപ്പുറം ടാങ്കും കിടക്കുന്നു. ഒരു കാലത്ത് റഷ്യൻ സേനയിൽ യുദ്ധമുഖങ്ങളിൽ വിലസിയിരുന്നവരാണിവർ. ഈ വാഹനത്തിന്റെ മുകളിൽ കൂടിയും അകത്ത് കയറാം. മുകളിൽ ഒരടപ്പുണ്ട്. ഫ്രണ്ട് സീറ്റിലേക്ക് അതിലൂടെ ഇറങ്ങാനാണ് എളുപ്പം. ചെളിയിലാണ് കിടക്കുന്നത്. പാടം ഉഴുതു വന്നതുപോലെയുണ്ട്. അതിനകത്ത് ഞാനും കയറിപ്പറ്റി. ഈ ട്രിപ്പിൽ ഞാനും കൂടി പോകാനാണ് തീരുമാനം. കവചിത വാഹനത്തിനകത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇങ്ങനെയാണ്. പുറകിൽ രണ്ടു വശത്തേക്കും തിരിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം, മുൻപിൽ പല സീറ്റുകൾ. അങ്ങനെ 10-12 പേർക്കിരിക്കാം. ഓരോരുത്തരായി കയറി വന്നു. ഏറ്റവും ബുദ്ധിമുട്ട് കയറാനും ഇറങ്ങാനുമാണ്. ഇതിനകത്തിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴുമൊക്കെയാണ് പട്ടാള ജീവിതം എത്ര പരുക്കനാണെന്ന് നമുക്ക് മനസ്സിലാവുക. ശമ്പളം എത്ര കിട്ടിയെന്ന് പറഞ്ഞാലും കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം തന്നെയാവും അത്. ഉരുക്കിന്റെ ഒരു ലോകമാണ് ഈ വാഹനത്തിനകം. പതുപതുപ്പുള്ള ഒരു ഭാഗവും ഈ വണ്ടിക്കകത്ത് തന്നെയില്ല. അതായത് ഒരു തരത്തിലുമുള്ള സോഫ്റ്റ്നെസ്സും ഇല്ലാത്തതാണ് പട്ടാള ജീവിതം. അതാണ് ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നത്. സീറ്റുകൾ നിറഞ്ഞോ എന്ന് നോക്കുകയാണ്. ഇനിയും 3-4 പേർക്ക് കൂടി കയറാമെന്നാണ് പട്ടാളക്കാരൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള ആന്റിയെ കൂടി വാഹനത്തിൽ കയറ്റാൻ തീരുമാനിച്ചു. ആദ്യം കയറിയ പ്രൊഫസർക്ക് അകത്തെ സാഹചര്യമൊക്കെ കണ്ടപ്പോൾ ഇതത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒടുവിൽ ആന്റിക്ക് ആ സീറ്റ് കിട്ടി. തലയൊക്കെ ഇടിക്കുന്നുണ്ട്. ഹെൽമറ്റ് വെച്ചത് ഗുണമായി. ആന്റിയുടെ ഹസ്ബൻഡ് അങ്കിളും വന്ന് കയറി. അങ്കിൾ ഹെൽമറ്റ് വെച്ചിട്ടില്ല. തല അങ്ങും ഇങ്ങും ഇടിക്കുന്നുണ്ട്. കയറി വരുന്നവർ ഓരോരോ സീറ്റ് പിടിക്കുന്നു. നിർത്തുന്നില്ല. ഇവർ എണ്ണമിട്ടിട്ടുണ്ട്. 10 പേരും കയറിയെങ്കിലേ വണ്ടി വിടുകയുള്ളൂ. 10 പേർക്കൊപ്പം ഡ്രൈവർ കൂടി വരും. അങ്ങനെ എല്ലാവരും ഒരു തരത്തിൽ അകത്ത് കയറിപ്പറ്റി. ഇദ്ദേഹത്തിന് കൂടി കയറണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇടമുണ്ടോ എന്നറിയില്ല. പട്ടാളക്കാർ വന്നു നോക്കി. 3 പേർക്ക് കൂടി ഇനിയും കയറാമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പുറത്തുനിന്നയാളെയും പിടിച്ചു കയറ്റി. ഒരു സൈഡിലെ ഡോർ അടച്ചു. എവിടെയാണ് ചവിട്ടേണ്ടത്, ഓടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇവർ നിർദ്ദേശം തരുന്നത്. ഏതായാലും അകത്ത് ഏതാണ്ട് എല്ലാ സീറ്റിലും ആൾ നിറഞ്ഞു. പട്ടാളക്കാർ വിടുമോ? ഇനിയും ആളുകൾക്ക് കയറാമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ 2 പേരെ കൂടി കയറ്റി. ഉരുക്കാണ്. ഒരു മയവുമില്ലാത്ത കനത്ത ഉരുക്കിന്റെ പാളികൾ കൊണ്ടുണ്ടാക്കിയ വാഹനം. വാതിൽ ആഞ്ഞടച്ചു. അതോടെ ഞങ്ങൾ ഇരുട്ടിന്റെ ലോകത്തായി. വണ്ടി ഓടിത്തുടങ്ങി. സീറ്റിന്റെ പരുക്കൻ സ്വഭാവവും ഇരുത്തത്തിന്റെ അസൗകര്യവും മാത്രമല്ല, ഓട്ടവും ടഫാണ്. ഏതു വഴിയാണ് പോകുന്നതെന്ന് അകത്ത് പിന്നിലിരിക്കുന്നവർക്ക് ഒരു ഐഡിയയും കിട്ടില്ല. മുന്നിലിരിക്കുന്നവർക്ക് മാത്രമേ കുറച്ചെങ്കിലും പുറത്തേക്ക് കാണാൻ പറ്റൂ. ഞങ്ങൾക്കിങ്ങനെ പുറത്തേക്ക് കാഴ്ച കിട്ടുന്ന ചെറിയൊരു പൊത്തു മാത്രമുണ്ട്. അതിനകത്തുകൂടി നോക്കുമ്പോൾ ഏതൊക്കെയോ പറമ്പിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നു. റോഡിലൂടെയൊന്നുമല്ല പോകുന്നത്. ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഓടും. അതിനകത്തിരുന്ന് വീഡിയോ എടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തെ കാഴ്ചകൾ തീരെ കിട്ടില്ല. ഞാൻ അകത്തുള്ളവർ എന്തൊക്കെ ചെയ്യുന്നുവെന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. മുറുകെ പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ തെറിച്ചുപോയി തലയോ ശരീരമോ വല്ലയിടത്തും ഇടിക്കും. അങ്ങനെ രസകരമായ മറ്റൊരു വാഹനത്തിൽ കൂടി ഞാൻ യാത്ര ചെയ്യുകയാണ്. സഞ്ചാരത്തിനിടയ്ക്ക് എത്രയോ വാഹനങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു. എങ്കിലും ഒരു കവചിത പട്ടാള വാഹനത്തിൽ ആദ്യമായാണ് യാത്ര ചെയ്യുന്നത്. ഓരോ യാത്രയും കഴിയുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഓരോ അനുഭവങ്ങൾ കിട്ടുകയാണല്ലോ. അങ്ങനെ ഇപ്പോൾ മിലിറ്ററി വാഹനത്തിലുള്ള യാത്രയുടെ അനുഭവവുമായി. നേരിട്ട് ഏറ്റുമുട്ടുന്നതിനു പകരം യുദ്ധഭൂമിയിൽ ആളുകളെയും ആയുധങ്ങളും എത്തിക്കാനും സന്ദേശങ്ങൾ കൈമാറാനുമെല്ലാമാണ് ഇത്തരം കവചിത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓട്ടം പൂർത്തിയാക്കി വാഹനം നിന്നു. സൂപ്പർ. മുകളിലത്തെ വാതിൽ തുറന്ന് ചിലർ പുറത്തു കടക്കുന്നുണ്ട്. എല്ലാവരും അതിലൂടെ ഇറങ്ങേണ്ടതില്ല. ഞങ്ങളുടെ വാതിൽ തുറന്നു തന്നു.
ഇനി ഇറങ്ങാം. ക്ലസ്ട്രോഫോബിയ എന്നൊക്കെ പറയുന്ന ഇടുങ്ങിയ സ്ഥലത്ത് ഇരിക്കുന്നതിൽ അസ്വസ്ഥതയുള്ളവർ ഇതിനകത്ത് കയറിയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള കവചിത വാഹനങ്ങളുണ്ട്. ആർമേഡ് കാർ എന്ന ഗണത്തിലുള്ളതാണ് ഞങ്ങൾ കയറിയ ഈ വാഹനം. ഇടത്തരം വലിപ്പമുള്ള കവചിത വാഹനമാണിത്. ഇറങ്ങുന്ന ചിലർ ജീവൻ തിരികെ കിട്ടിയതുപോലെയാണ് ഓടുന്നത്. ആ ചെറിയ ദ്വാരത്തിലൂടെ വേണമല്ലോ ഇറങ്ങാനും കയറാനും. പലർക്കും ഇതിനകത്ത് കയറുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. ഒരു തരത്തിൽ എല്ലാവരും പുറത്തിറങ്ങി. ഇനി അടുത്ത ആക്ടിവിറ്റികളിലേക്ക് പോകണം.